ശനി എന്ന എനർജി കൂടുതലുള്ളവർ അതിനെ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി ചെയ്യുന്നത് എപ്പോഴും ബുധൻ എന്ന എനർജിയുടെയും ശുക്രൻ എന്ന എനർജിയുടെയും സഹായം കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ശനിയുടെ എനർജി ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ എന്ന് വേണം പറയാം. പക്ഷേ അതിനെ വീണ്ടും ആ വ്യക്തി വീണ്ടും അതേ ആ ഡ്രസ്സ് ആണ് ധരിക്കുന്നതെങ്കിൽ അതിൻ്റെ എനർജീനെ ഒന്നും കൂടി പ്രഭാവം കൂട്ടുകയാണ്. ന്യൂമറോളജിക്കലി കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി നമ്പറിൽ ഒരാളുടേത് 8 വരികയാണെങ്കിൽ, അതായത് 8-ാം തീയതി ജനിച്ചവർ, 17-ാം തീയതി ജനിച്ചവർ, 26-ാം തീയതി ജനിച്ചവർ, ഇതൊക്കെ ശനിയാണ് അവരെ നേരിട്ട് ഭരിക്കുന്നത്. അതുപോലെ ലൈഫ് പാത്ത് നമ്പർ എല്ലാ നമ്പറും കൂട്ടി സിംഗിൾ ഡിജിറ്റ് ആക്കി കഴിഞ്ഞാൽ ആ നമ്പർ 8 ആണെങ്കിൽ അവരെ ശനിയുടെ കൺട്രോളിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ഒരാളുടെ പേരിൻ്റെ എനർജിയിൽ ഇതുപോലെ 44, 35 ഇതൊക്കെയുള്ള നമ്പറിൽ ആണ് പേരിൻ്റെ എനർജി വരുന്നുണ്ടെങ്കിൽ അതും ശനിയുടെ കൺട്രോളിലാണെന്ന് മനസ്സിലാക്കാം. അതായത് 8 എന്ന് പറയുന്ന നമ്പറാണ് ശനി റെപ്രസെന്റ് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. ന്യൂമറോളജിയിൽ 8 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പൊതുവെ 8ന്റെ പണി എന്ന് പറയുന്നത് എൻ്റെ മെയിൻ കാര്യം അതാണ്. 8 എന്നത് ശനിയുടെ എനർജിയാണ്. അപ്പോൾ ഇതിനെ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുന്ന എനർജി, അതായത് ശനിയെ മറ്റൊരു ശക്തിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് അതിനേക്കാളും വലിയൊരു ശക്തി അതിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അതിനെ ഫ്ലെക്സിബിൾ ആക്കിയിട്ട് കൊണ്ടുപോകുക മാത്രമാണ് സാധിക്കുക. ശനി ഇത് പറഞ്ഞ പോലെ ശനിയോട് എതിർക്കാൻ വരുമ്പോൾ അത് കൂടുതൽ വയലന്റ് ആയിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അതല്ലാതെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അങ്ങനെ, അതായത് ഞാൻ പറഞ്ഞതിന് ചുരുക്കം, അതിനെ ആക്രമിച്ചിട്ടോ പീഡിപ്പിച്ചിട്ടോ പറ്റില്ല. അപ്പോൾ അതിന് ഇഷ്ടം കൊണ്ട് അതിനെ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും. ശനി ആരുടെ അടുത്താണോ കൂടുതൽ ഫ്ലെക്സിബിൾ ആകുന്നത് അതൊന്ന് ബുധനാണ്. ബുധനെ ഒരു കൊച്ചു കുട്ടിയെ കാണുന്ന പോലെ ശനീശ്വരൻ കാണൂ എന്നുള്ളതാണ്. അപ്പോൾ ആ എനർജി കൊണ്ട് നടക്കുകയാണെങ്കിൽ അതിന് ശനിയുടെ എനർജി ഫ്ലെക്സിബിൾ ആയിരിക്കും. അതിനാണ് ഈ നേരത്തെ പറഞ്ഞ ഗ്രേ കളർ ബുധന്റെ എനർജിയാണ്. സിൽവർ കളർ എന്ന് വേണം പറയാം. ഇതൊക്കെ ശനിക്ക് പെട്ടെന്ന് ഇഷ്ടമാകും. അപ്പോൾ അങ്ങനെ ശനീനെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ശുക്രന്റെ എനർജിയാണ്. ശുക്രന്റെ എനർജി ന്യൂമറോളജി പ്രകാരം അതിൻ്റെ കളറായിട്ട് പറയുന്നത് ഗ്രീൻ കളറാണ്. ഗ്രീൻ എന്ന എനർജി കൊണ്ടും ശനി കുറച്ച് ഫ്ലെക്സിബിൾ ആകും. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.